ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 5G. നമുക്ക് സെൽഫ് പ്രോപ്പറായിട്ട് വർക്കാവുള്ളതാണ് കംപ്ലയിൻ്റ് ആയിരുന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററിയുടെയാണ് കംപ്ലയിൻറ്റ് കേട്ടോ. നിലവിൽ നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ്. 2022 വെച്ചാണ് ബാറ്ററി കേട്ടോ. അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് 13 വോൾട്ട് വരെ കാണിക്കണൊക്കെ ഉണ്ട്. ഇതാണ് 13 വോൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ ക്ലിയറായിട്ട് വർക്കാവും. നേരെ മറിച്ച് നമുക്കത് സെൽഫ് അടിക്കുമ്പോഴാണ് ഡൗൺ ആയി പോവുക. ഇപ്പോൾ ഞാനിപ്പോൾ സെൽഫ് അടിക്കുമ്പോൾ മോട്ടോർ ഉപയോഗിക്കുന്ന ആ കറണ്ട്, അതായത് മോട്ടോർ ഉപയോഗിക്കുന്ന ആ പവർ നമ്മളിവിടെ ജനറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ശരിക്കും നോർമലിൽ നമുക്ക് അതിൻ്റെ പെർഫെക്റ്റ് ആണെങ്കിൽ ഒരു 12 വോൾട്ട് 12.5 വോൾട്ടിൽ ഒരു കാണിക്കണം. കുറച്ച് ചാർജ് കുറവുള്ളതാണെങ്കിൽ ഒരു 9.5 വോൾട്ടിലേക്ക് വരും. കംപ്ലൈൻ്റ് ഉള്ള ബാറ്ററി ആണെങ്കിൽ 8.5 വോൾട്ട് അല്ലെങ്കിൽ 8.5 താഴേക്കാണ് പോവാറ് സാധാരണ. അപ്പോൾ നമ്മളിപ്പോൾ ലോഡ് കൊടുക്കുന്ന സമയത്ത് ഇതിനകത്ത് നോക്കിക്കോ 5.42 വരെ വന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ബാറ്ററി ഒന്ന് ചാർജിലിട്ടാലും നമുക്ക് കിട്ടാത്തൊരു കണ്ടീഷൻ. അപ്പോൾ നമുക്ക് ബാറ്ററി പുതിയത് മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ആ രീതിയിൽ ബാറ്ററി മാറ്റി വയ്ക്കാം. ആമറോണിൻ്റെ ബാറ്ററി തന്നെയാണ് വയ്ക്കുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ ഈ സെൽഫിൻ്റെ സ്വിച്ച് ഒരു ലൂസ് കോൺടാക്റ്റ് ഉണ്ട്. ഇത് ശരിക്കും സെൽഫ് സ്വിച്ച് അല്ല, ഹോണിൻ്റെ സ്വിച്ച് സെക്ഷൻ മാറ്റി പിടിപ്പിച്ചാണ് ഇത് പ്രോപ്പറായിട്ട് വർക്കാവണമെന്നില്ല. ചിലപ്പോൾ ലൂസ് കോൺടാക്ട്, കാരണം പൊസിഷൻ മാറിയിരിക്കുമ്പോൾ ചെറിയൊരു ലൂസ് കോൺടാക്റ്റും വന്നേക്കാം. സെൽഫ് സ്വിച്ച് നമുക്ക് മാറ്റി വെച്ചേക്കാം. കാരണം സെൽഫുമായി ബന്ധപ്പെട്ടൊരു കംപ്ലയിൻ്റ് ആയതുകൊണ്ട് തന്നെ സെൽഫിൻ്റെ യഥാർത്ഥ സ്വിച്ച് തന്നെ ഒന്ന് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് ആ ഫംഗ്ഷൻ കറക്റ്റ് ആയിക്കോളും. പിന്നെ ഈ വൈസർ ജർക്കിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഈ സെൻറ്റർ ഭാഗം മൊത്തം പൊട്ടിപ്പോയേക്കണം കേട്ടോ. ഞാൻ തൽക്കാലം ഒരു ടൈയൊക്കെ കൊടുത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ശാശ്വത പരിഹാരമല്ല, ഫൈബർ ആയതുകൊണ്ട് തന്നെ ഗട്ടറിലേക്ക് ചാടുമ്പോൾ വീണ്ടും പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അത് നമുക്ക് വേറെ ഓപ്ഷനില്ല, മാറ്റി വയ്ക്കാൻ തന്നെ പറ്റുള്ളൂ കേട്ടോ. തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം കേട്ടോ. ഓക്കെ.